ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനെ അടച്ചു വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡിന്റെ മുകളിലായിട്ട് കുറേ വേപ്പേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ ഫോം ചെയ്യുന്ന വേപ്പേഴ്സ് ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇത് ടെമ്പറേച്ചർ കൂടുന്തോറും വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. നമ്മൾ ഈ സൊല്യൂഷൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ സർഫസ് അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. നമ്മൾ രണ്ട് സൊല്യൂഷൻസിൻ്റെ മിക്സർ എടുക്കുക. സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും കൂടെ ഉള്ള മിക്സർ എടുക്കുക. അത് ക്ലോസ് ചെയ്ത് വെച്ച് നമ്മളൊന്ന് ഹീറ്റ് ചെയ്താൽ രണ്ട് ലിക്വിഡ്സും ഇവോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ട് ലിക്വിഡ്സ് ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും വേപ്പേഴ്സ് വരും. ഈ രണ്ടിൻ്റെയും വേപ്പേഴ്സും കൂടെ കൂടി ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. മിക്സർ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡ്സിനെയാണ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എടുത്ത് അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. നമ്മൾ ആദ്യം തന്നെ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് കമ്പയർ ചെയ്യുക. ആദ്യത്തെ ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷർ PAയും രണ്ടാമത്തെ PB എന്ന് സപ്പോസ് ചെയ്യുക. അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന് പറയുന്നത് XA എന്നും മോൾ ഫ്രാക്ഷൻ ഓഫ് Bയുടേത് XB എന്നും സപ്പോസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P ടോട്ടൽ ആയിരിക്കും. P ടോട്ടൽ എന്ന് പറയുന്നത് PA പ്ലസ് PB ആയിരിക്കും. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് മിക്സ് ചെയ്യുമ്പോൾ ഈ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സും തമ്മിലുള്ള പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ലോയാണ് റവോൾസ് ലോ എന്ന് പറയുന്നത്. റവോൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടും, മോൾ ഫ്രാക്ഷൻ കൂടിയാൽ പാർഷ്യൽ വേപ്പർ പ്രഷറും കൂടും. അക്കോർഡിംഗ് ടു റവോൾസ് ലോ, for component A we can write partial vapor pressure PA is directly proportional to XA. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും അവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ PA is equal to P0A into XA. PA എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ് A ആണ്. XA എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് A ആൻഡ് P0 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് A. നമുക്ക് റവോൾസ് ലോ അനുസരിച്ച് കമ്പോണന്റ് B സൊല്യൂട്ടിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ PB പ്രൊപ്പോർഷണൽ ടു XB എന്ന് എഴുതാം. Therefore PB is equal to P0B into XB. PB എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് B, XB എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് P0B എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട്. വോളറ്റൈൽ ലിക്വിഡ്സ് ആയതുകൊണ്ട് രണ്ട് ലിക്വിഡ്സും വേപ്പർ പ്രഷറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. Therefore ടോട്ടൽ പ്രഷർ P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? P ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു XA പ്ലസ് P0B ഇൻറ്റു XB. രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷനിൽ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ XA പ്ലസ് XB ഈസ് ഈക്വൽ ടു 1 ആണ്. Therefore we can write XA is equal to 1 minus XB. നേരത്തെ എഴുതിയ ഇക്വേഷൻ P total is equal to P0A into XA plus P0B into XB. XA ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we can write PT is equal to P0A into 1 minus XB plus P0B into XB. Therefore PT is equal to P0A minus P0A into XB plus P0B into XB. അതിൽ P0A നമ്മൾ പുറത്തെടുത്തു. സോ P0A പ്ലസ് XB ഇൻറ്റു P0B മൈനസ് P0A എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണന്റ് 2, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. റവോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ ഹെൻറീസ് ലോയിൽ പഠിച്ച ഇക്വേഷൻ ആണ് പാർഷ്യൽ വേപ്പർ പ്രഷർ P is equal to KH
into x, where x is the mole fraction. Raoult's law നമ്മളിപ്പോൾ പഠിച്ചു partial vapor pressure P is equal to P0 into x, where x is the mole fraction. ഇവിടെ kh is equal to P0 ആയാൽ we can say Henry's law is equal to Raoult's law. അപ്പോൾ Raoult's law എന്ന് പറയുന്നത് it is a special case of Henry's law. അപ്പോൾ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ വേപ്പറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോൾവെന്റ് മാത്രമായിരിക്കും. അപ്പോൾ വേപ്പർ എന്ന് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്. അപ്പോൾ P1 എന്ന് പറയുന്ന വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ് ആണ്. X1 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് P1 പ്രൊപ്പോർഷണൽ ടു X1 ഓർ P1 is equal to P10 into X1. നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരച്ചാൽ അത് സോൾവെന്റിന്റെ ഗ്രാഫാണ്, അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി സോൾവെന്റ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് റവോൾട്ട്സ് ലോ പറയാൻ പറ്റും. പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. സൊല്യൂഷൻസ് നമുക്ക് രണ്ട് ടൈപ്പ് പറയാൻ പറ്റും, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റവോൾട്ട്സ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അതിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് എൻതാൽപ്പി ഓഫ് മിക്സിംഗ്, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വോളിയം ഓഫ് മിക്സിംഗ് ദാറ്റ് ഇസ് ഡെൽറ്റ വി മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റവോൾട്ട്സ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഒരു പ്യുവർ സോൾവെന്റ് എടുത്താൽ അതിൻ്റെ അകത്തുള്ള ഉള്ളതെല്ലാം സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമാണ്. ഒരേ ടൈപ്പ് മോളിക്യൂൾസ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് എ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി സൊല്യൂട്ട് എടുത്താൽ അതിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ബി ഇന്ററാക്ഷൻസ് ആയിരിക്കും. ഇനി ഈ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി കഴിയുമ്പോൾ അവിടെ എ ഇന്ററാക്ഷൻ ഉണ്ട്, ബി ഇന്ററാക്ഷൻ ഉണ്ട്, ബി ഇന്ററാക്ഷനും കൂടി പുതിയതായിട്ടുണ്ടാവും. ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി is nearly equal to those of AB. അപ്പോൾ സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ എ ആൻഡ് ബി AB ഈ എല്ലാ ഇന്ററാക്ഷൻസും നിയർലി ഈക്വൽ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഐഡിയൽ സൊല്യൂഷൻസ് വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ നിയർലി ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ് മിക്സർ ഓഫ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റെയിൻ, അതേപോലെ മിക്സർ ഓഫ് ബ്രോമോ ഈത്തൈൻ ആൻഡ് ക്ലോറോ ഈത്തൈൻ, ദെൻ മിക്സർ ഓഫ് ബെൻസീൻ ആൻഡ് ടോളുവിൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ, a solution which does not obey Raoult's law over the entire range of concentration is called a non-ideal solution. Raoult's law entire rangeil obey ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷർ ഹയർ ആവാം, ലോവർ ആവാം. വേപ്പർ പ്രഷർ ഹയർ ആണെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. If the vapor pressure is lower than that predicted by Raoult's law, then it is negative deviation from Raoult's law. Positive deviation കാണിക്കുന്ന സൊല്യൂഷൻസിൽ AB interactions are weaker than those of A and BB interaction. ഇങ്ങനെയുള്ള മോളിക്യൂൾസിന്റെ കേസിൽ സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റ് ഇന്ററാക്ഷനേക്കാളും കുറവായിരിക്കും സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സൊല്യൂട്ടിനോ സോൾവെന്റിനോ പെട്ടെന്ന് വേപ്പറായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അത് കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law കാണിക്കുന്ന സൊല്യൂഷൻസിൽ AB ഇന്ററാക്ഷൻസ് വീക്കറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫിൽ ഐഡിയൽ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ സൊല്യൂഷൻ ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് മുകളിലോട്ട് ബൾജ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇതുപോലെ ഇരിക്കും. ദാറ്റ് ഈസ് ഫോർ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. Here delta H mixing is greater than 0
and delta V mixing is also greater than 0. Solutions showing negative deviation from Raoult's law. AB interactions are stronger than those between AA or BB interaction. AB interactions stronger ആയതുകൊണ്ട് അവിടെ ഒരു വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. AB interactions stronger ആവാനുള്ള കാരണം, ഇൻ എക്സാമ്പിൾ ഫീനോൾ ആൻഡ് അനിലിൻ, ഫീനോളിന്റെ അകത്തുള്ള ഫീനോളിക് പ്രോട്ടോൺ OH-ന്റെ അകത്തുള്ള പ്രോട്ടോണും അനിലിന്റെ അകത്തുള്ള NH2-ന്റെ അകത്തുള്ള നൈട്രജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് AB interactions ഇൻക്രീസ് ചെയ്യും. AB interactions ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ ദാറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾട്ട്സ് ലോ. അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഇവിടെയും ക്ലോറോഫോം അസറ്റോൺ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾട്ട്സ് ലോ. ഫോർ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾട്ട്സ് ലോ, AB ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആണ്. AB ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആയതുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് താഴത്തേക്ക് ബൾജ് ചെയ്താണ് നമുക്ക് കാണുന്നത്. ഹിയർ ഡെൽറ്റ H മിക്സിംഗ് ഇസ് ലെസ് ദാൻ 0, ഡെൽറ്റ V മിക്സിംഗ് ഇസ് ലെസ് ദാൻ 0. നമ്മുടെ ഗ്രാഫ് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഈ കാണിച്ചിട്ടുള്ളത് പോലെയാണ്. ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫോ പ്യുവർ സോൾവെന്റ്, പിന്നെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫോ പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫോ നെഗറ്റീവ് ഡീവിയേഷൻ. അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈനറി മിക്സ്ചേഴ്സ് ആണ്. ഈ മിക്സ്ചേഴ്സിന് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ലിക്വിഡ്സ് ഓൺ മിക്സിംഗ് ഹാവ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ബോയിലിംഗ് ആയിരിക്കും. ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അസിയോട്രോപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് is a solution which shows large positive deviation from Raoult's law. Example, ethanol water mixture. Raoult's law il ninnu large deviation, large positive deviation കാണിക്കുന്ന മിക്സ്ചേഴ്സിനെയാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ethanol water mixture. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ റവോൾട്ട്സ് ലോയിൽ നിന്ന് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനെയാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. Solution which shows large negative deviation from Raoult's law form maximum boiling azeotrope. Example, nitric acid water mixture.